മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് സ്നിഷ ചന്ദ്രൻ. ഏഷ്യാനെറ്റിലെ നീലക്കുയിൽ എന്ന ആദ്യ പരമ്പരയിലൂടെ തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയതാണ് താരം. സീരിയലിൽ നടി അവതരിപ്പിച്ച കസ്തൂരി എന്ന നായിക കഥാപാത്രത്തെ നെഞ്ചോടടക്കി പിടിച്ചാണ് ആരാധകർ സ്നേഹിച്ചത്. മലപ്പുറം മഞ്ചേരിയിലെ തികച്ചും സാധാരണമായ ഒരു കുടുംബമാണ് സ്നിഷയുടേത്. അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും സ്നിഷയും അടങ്ങുന്ന കുടുംബം വളരെ പാടുപെട്ടാണ് ജീവിച്ചു വന്നിരുന്നത്. അപ്രതീക്ഷിതമായെന്നോണം സ്നിഷ അഭിനയ രംഗത്തേക്ക് എത്തിയതോടെയാണ് കുടുംബത്തിന്റെ പശ്ചാത്തലം തന്നെ മാറി മറിയുന്നത്. ആഴ്ചകൾക്ക് മുമ്പായിരുന്നു സ്നിഷ ഏറെക്കാലത്തെ തന്റെ കാത്തിരിപ്പിനൊടുവിൽ തന്റെ പുതിയ വീടിന്റെ പാലു കാച്ചിയത്. ഇപ്പോഴിതാ പാലുകാച്ചിന് പിന്നാലെ നടിയുടെ ചേട്ടന്റെ കല്യാണവും കഴിഞ്ഞിരിക്കുകയാണ്. പ്രണയവിവാഹമായിരുന്നു സ്നിജിത്ത് എന്ന നടിയുടെ ചേട്ടന്റേത്. അക്കൂട്ടത്തിലാണ് ആദ്യമായി സ്നിഷയുടെ കുടുംബത്തെയും ആരാധകർ കണ്ടത്. മലപ്പുറം മഞ്ചേരിയിലെ ഒരു നാട്ടിൻപുറത്തുകാരിയായ സ്നിഷയുടെ അച്ഛൻ പത്രപ്രവർത്തകനായിരുന്നു. അമ്മ വീട്ടമ്മയും. ചേട്ടനും ചേച്ചിയും സ്നിഷയും അടക്കം 3 മക്കൾ അടങ്ങുന്നതാണ് കുടുംബം. ചേച്ചി ബ്യൂട്ടീഷ്യനായും ചേട്ടൻ ചെന്നൈയിലുമാണ് ജോലി ചെയ്യുന്നത് എന്നാണ് നേരത്തെ പുറത്തുവന്ന വിവരം. എന്നാൽ ഇപ്പോൾ കാണുന്ന ചിത്രങ്ങളിൽ നിന്നും സ്നിഷയുടെ ചേച്ചി ഒരു ഭിന്നശേഷിക്കാരിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുമ്പ് നടൻ സിദ്ദിഖിന്റെ മൂത്ത മകനെ ആരാധകർ കണ്ടത് ഇളയ മകന്റെ വിവാഹവേളയിലായിരുന്നു. അതുപോലെ തന്നെയാണ് അപ്രതീക്ഷിതമായി സ്നിഷയുടെ ചേച്ചിയെയും ആരാധകർ കണ്ടിരിക്കുന്നത്. അങ്ങനെ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും അടങ്ങുന്ന കുടുംബത്തിലേക്കാണ് ഇപ്പോൾ ഒരാൾ കൂടി എത്തിയിരിക്കുന്നത്. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്ന അമൂല്യ എന്ന പെൺകുട്ടിയാണ് ചേട്ടന്റെ ഭാര്യയായും സ്നിഷയുടെ നാത്തൂനായുമെല്ലാം എത്തിയിരിക്കുന്നത്. ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഇവരുടെ പ്രണയവിവാഹം. അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. വിവാഹ ചടങ്ങിൽ ചേച്ചിയെ ചേർത്ത് പിടിച്ച് ഒപ്പം നിർത്തുകയായിരുന്നു കുടുംബം. അതേസമയം തന്റെ ആദ്യ കഥാപാത്രമായ നീലക്കുയിലിലെ കസ്തൂരിക്ക് ശേഷം കാർത്തിക ദീപം, സുഭദ്രം എന്നീ പരമ്പരകളിലെല്ലാം സ്നിഷ നായികയായെങ്കിലും ഇന്നും കസ്തൂരിയായി നടി ആരാധക മനസ്സുകളിൽ നിലനിൽക്കുന്നുണ്ട്. 7 വർഷം മുമ്പ് 2018 നീലക്കുയിൽ എന്ന പരമ്പര സംപ്രേഷണം ആരംഭിച്ചത്. ചേട്ടനായ പ്രതീഷ് നന്ദൻ വഴിയാണ് നീലക്കുയിലിന്റെ ഓഡീഷനെ കുറിച്ച് സ്നിഷ അറിഞ്ഞത്. അവിടെ നിന്നും അവസാന നിമിഷം കസ്തൂരിയായി സ്നിഷയെ സെലക്ട് ചെയ്യുകയായിരുന്നു. പ്രതീക്ഷകളൊന്നുമില്ലാത്ത സമയത്തായിരുന്നു നീലക്കുയിലേക്കുള്ള പ്രവേശനം. പിന്നാലെ 2018 കൊച്ചി ടൈംസിന്റെ മോസ്റ്റ് ഡിസൈറബിൾ ടെലിവിഷൻ താരമായും സ്നിഷ തിരഞ്ഞെടുക്കപ്പെട്ടു. ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിച്ച സ്നിഷ അഭിനയത്തിനിടെയാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോയതും പരീക്ഷ എഴുതിയതുമെല്ലാം. അതിനുശേഷം നാട്ടിൽ ഒരു ഷോപ്പും ഇട്ടിരുന്നു. അതിനുശേഷമാണ് കാർത്തിക ദീപം എന്ന പരമ്പരയിലേക്ക് സ്നിഷ എത്തിയത്. പിന്നാലെ സീതാരാമം എന്ന പരമ്പരയുമായും എത്തി. വെറും 3 മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന ആ പരമ്പര ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അതിനുശേഷമാണ് സി കേരളത്തിലെ സുഭദ്രം എന്ന പരമ്പരയിലേക്ക് സ്നിഷ എത്തിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.